ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ എൻ ശ്രീകുമാർ അല്പസമയത്തിനകം നമ്മളോടൊപ്പം തത്സമയം ചേരും. ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ സി കെ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ആരുടെ കൂടെയാണ് കോൺഗ്രസ് എന്ന് ഇവിടെ ഇപ്പോൾ വ്യക്തമാവുകയല്ലേ? നേതാക്കളെ തള്ളിക്കൊണ്ട്, നേതാക്കൾ പ്രതികളാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. NM വിജയൻ എന്ന കോൺഗ്രസിൻ്റെ ഈ 50 കൊല്ലമായി ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ച ആ നേതാവ് ഡയറിയിലും കത്തുകളിലുമൊക്കെ രേഖപ്പെടുത്തിയ ആളുകളാണ് പ്രതി. അവർ മൂലം സ്വന്തം ജീവൻ മാത്രമല്ല മകനെ കൂടി കൊല്ലേണ്ടി വന്ന ഒരവസ്ഥയുണ്ട് ആ മനുഷ്യന്. സാധാരണ കോൺഗ്രസ്സുകാരുടെ കൂടെയാണോ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുള്ളപ്പോൾ KPCCയിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ പോലും ഇപ്പോൾ കാണുന്ന കാഴ്ച എങ്ങനെയാണ് വിശദീകരിക്കുക? ഡോക്ടർ ലാൽ, KPCC നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതായി, അല്ലെങ്കിൽ അത് സമർപ്പിച്ചതായി പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ പുറത്ത് വരുന്നുമുണ്ട് അതിലെ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്നുള്ള നിലയിൽ. ഏതായാലും പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് മാത്രം പറയുമ്പോൾ അതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന് നിസ്സംശയം പറയാം, അതിൻ്റെ അകത്ത് ആരെങ്കിലും പേരെടുത്ത് പറയാതെ. എന്നാൽ ഇവരുടെ NM വിജയൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ബാധ്യതകൾ വീട്ടാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള നിലയിലാണ് തിരുവഞ്ചൂർ സമിതി പറയുന്നതെന്നാണ് കേൾക്കുന്നത്. ഏതായാലും അതോടൊപ്പം, അല്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ, മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട സവിശേഷമായൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള, ചർച്ചയിൽ പറയാനുള്ളത്, കേരളയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഡോക്ടർ ലാൽ, മലയാള മനോരമ പത്രത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്താണ്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ, പൊതുവിൽ കേരളത്തിലെ UDFൻ്റെ തിങ്ക് ടാങ്കാണ് മലയാള മനോരമ പത്രം എന്ന് നിസ്സംശയം പറയാം. ആ തിങ്ക് ടാങ്കിൻ്റെ ഇന്നത്തെ ലീഡർ, അതായത് മുഖപ്രസംഗം, എഡിറ്റോറിയൽ ഒന്ന് നോക്കണം ഈ കോൺഗ്രസ്സുകാരെങ്കിലും. അതിൽ അവർ പറയുന്ന, മനോരമയുടെ ആ മുഖപ്രസംഗത്തിൻ്റെ തലവാചകം തന്നെ, തലക്കെട്ട് തന്നെ, ജീവനെടുക്കുന്ന സഹകരണ നിയമനക്കൊഴിയിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ. ഞാൻ അടിവരയിടുന്നു, കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ എന്ന് മലയാള മനോരമയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്കാണ്, വേണമെങ്കിൽ UDFൻ്റെ എന്നും പറയാം. അപ്പോൾ ആ പത്രത്തിന് സ്ട്രെയിറ്റായിട്ട് പറയേണ്ടി വരികയാണ്. ഇതുവരെ ഒരു പറയാത്തൊരു കാര്യമാണ്. കൈരളി തുടക്കം മുതൽ ഈ കാര്യത്തിൽ അങ്ങേയറ്റം ഈ MN വിജയൻ ഉയർത്തിയ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് നേരിട്ട് പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ പാർട്ടി സഹപ്രവർത്തകരിൽ നിന്ന് അനുഭവിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടിരുന്നതിൽ വളരെ ഗണ്യമായ പങ്ക് വഹിച്ച മാധ്യമമാണ് കൈരളി ചാനൽ. അത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. പിന്നീട് പലർക്കും അതിലേക്ക് ആ ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വന്നത് കൈരളിയുടെ ആ നിശിതമായ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് ഇന്ന് മലയാള മനോരമ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗം ശ്രദ്ധേയമായ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നത് നമ്മൾക്ക്. അവർ പറയുകയാണ്, പ്രവർത്തനത്തിലെ ജനാധിപത്യ സ്വഭാവമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയെങ്കിലും രാഷ്ട്രീയക്കാരുടെ സമഗ്രാധിപത്യം ചിലയിടത്തെങ്കിലും വെട്ടിപ്പിനും അഴിമതിക്കും വാതിൽ തുറന്നു കൊടുക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാകുകയാണ് വയനാട്ടിലെ സഹകരണ നിയമന കോഴ. സ്ട്രെയിറ്റ് ആയിട്ടാണ് സഹകരണ നിയമന കോഴ എന്ന് പറയുന്നത്. ദേശാഭിമാനിയല്ല, കൈരളിയല്ല, മലയാള മനോരമ പത്രമാണ്. പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ പറ്റിയാണ്, വയനാട്ടിലെ അവരുടെ നേതാക്കളെ പറ്റിയാണ്. അവർ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ മുഖപ്രസംഗത്തിൽ. ചെറിയ കാര്യമാണോ അത്? ഏത് കോൺഗ്രസ്സുകാരനും തല കുനിക്കാതെ ഇക്കാര്യത്തിൽ എങ്ങനെ വർത്തമാനം പറയാൻ പറ്റും എന്ന് മനോരമയുടെ മുഖപ്രസംഗം വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ മുഖപ്രസംഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഒരൊറ്റ വാചകത്തിലാണ്, വയനാട്ടിലെ അഴിമതി പരമ്പരയുടെ വ്യാപ്തി വെളിപ്പെട്ട സാഹചര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ കോൺഗ്രസ് പാർട്ടി സഹകരിക്കുകയും വേണം. വയനാട്ടിലെ സഹകരണ പ്രസ്ഥാനത്തിലെ അഴിമതി വെളിപ്പെട്ടു. എങ്ങനെ? കോൺഗ്രസ് ആണ് അതിന് ഉത്തരവാദി എന്ന് തന്നെ വെളിപ്പെട്ടിരിക്കുകയാണെന്ന് മനോരമ ഈ മുഖപ്രസംഗത്തിലൂടെ പറയുന്നു. ഇതിനേക്കാൾ വലിയ ഒരു സ്ഥിരീകരണം വേറെ വേണ്ടതുണ്ടോ ഡോക്ടർ ലാൽ? കോൺഗ്രസിന്റെ വയനാട്ടിലെ അഴിമതിക്ക് വേറൊരു സ്ഥിരീകരണം ആവശ്യമുണ്ടോ? വേറൊരു തെളിവ് ആവശ്യമുണ്ടോ?
തീർച്ചയായിട്ടും നിസ്സംശയം പറയാം. തിരുവഞ്ചൂർ സമിതിയുടെ ഇപ്പോൾ കൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ടിനേക്കാളും എന്തുകൊണ്ടും 10 മടങ്ങ് വിശ്വാസയോഗ്യമാണ് മലയാള മനോരമയുടെ ഇന്നത്തെ ഇക്കാര്യത്തിലുള്ള ലീഡർ മുഖപ്രസംഗം എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്നത് തന്നെയാണ്. കാരണം അത്രയ്ക്കും ആ പാർട്ടി അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് വയനാട്ടിൽ കടന്ന് ഉരുളുന്നത്. പുരണ്ടു കഴിഞ്ഞിരിക്കുന്നു അഴിമതിയുടെ കറം എമ്പാടും എന്ന് തന്നെ മനോരമ അടിവറയിട്ട് പറയുകയാണ് ആ മുഖപ്രസംഗത്തിലൂടെ. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ന്യായീകരണത്തിനും ഒരു സ്കോപ്പുമില്ല. ശരി. ഈ കൈരളിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദേശാഭിമാനിയോ കൈരളിയോ അല്ല ഇത് പറയുന്നത്, ഇത് മലയാള മനോരമയാണ്. ആ സവിശേഷത കൂടി മുഖപ്രസംഗത്തിന് നമ്മൾ നൽകേണ്ടതുമുണ്ട്.